CPIM ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. 4 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 39 ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയായി CV വർഗീസിനെയും തെരഞ്ഞെടുത്താണ് പ്രതിനിധി സമ്മേളനം അവസാനിച്ചത്. സമാപന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യുവജന കർഷക സമര പോരാട്ടങ്ങളുടെ അനുഭവക്കരുത്തുമായി CPIMന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ CV വർഗീസിനെ വീണ്ടും നിയോഗിച്ചാണ് CPIMന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം അവസാനിച്ചത്. നാലു മണിയോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ തൊടുപുഴയിലേക്ക് ഒഴുകിയെത്തി. മങ്ങാട്ടുകവലയിൽ നിന്ന് ആയിരക്കണക്കിന് ചുവപ്പ് സേനാംഗങ്ങളുടെ മാർച്ചും രണ്ടിടങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ജനങ്ങൾ അണിനിരന്ന ബഹുജന പ്രകടനവും ആരംഭിച്ചു. 6 മണിയോടെ തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനം നിറഞ്ഞു കവിഞ്ഞ ചുവപ്പ് സേനാംഗങ്ങളുടെ സല്യൂട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ സ്വീകരിച്ചു. 3ാം വട്ടവും കേരളത്തിൽ LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിൽ കരിവള്ളൂരും കവുമ്പായിയും മുനയംകുന്നും പാടിക്കുന്നും ഒഞ്ചിയവും പുന്നപ്രവയലാർ ഉൾപ്പെടെയുള്ള സമരഭൂമിയിൽ 100-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവന്റെ സ്വന്തം ജീവിതം തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കായിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജന്മിത്വം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നോട്ടേക്ക് വന്നത്. ധീരരായ രക്തസാക്ഷികളായത് ആ ചരിത്രമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ചരിത്രമില്ലാത്തവരാണ് RSS BJP വിഭാഗമെന്ന് നല്ലതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർക്ക് ഭരണഘടനയോട് വിരോധം, അവർക്ക് ഫെഡറൽ സംവിധാനത്തോട് വിരോധം, അവർക്ക് ജനാധിപത്യ സംവിധാനത്തിന്റെ പാർലമെന്ററി വ്യവസ്ഥയോട് വിരോധം. ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ RSSന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല MLA MM മണി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.